നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യം തന്നെയാണ്. അത്തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. 3 ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം വിഷ്ണുമായയുടെ ചിത്രമാണ്. മൂന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. സർവ്വദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ അയ്യപ്പസ്വാമിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്നു. സ്വന്തമായി ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഒരിക്കലും ധൃതി പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അന്യദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും. എന്നിരുന്നാൽ പോലും തടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് വേണം ഇവർ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. സന്താനഭാഗ്യം അതേപോലെ തന്നെ സൽസന്താന ഭാഗ്യം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പുതിയ ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 21 ദിവസം കാത്തിരിക്കുന്നത് ശുഭകരമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം തുടങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. എല്ലാവരെയും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില തർക്കങ്ങൾക്ക് സാധ്യത ഉണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാം. കൂടാതെ നിങ്ങളുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ ശത്രുക്കളാക്കി മാറ്റുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങളും വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാകാം, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും നൽകുവാൻ സാധിക്കുന്ന കാര്യങ്ങളായി മാറും. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ്. അതിനായി നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ അത്ഭുതകരമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളും ക്ഷമിക്കുവാൻ പ്രയാസമേറിയ അവസ്ഥയിലാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷമിക്കുവാൻ സാധിക്കാത്തവരാകാം നിങ്ങൾ. പക്ഷേ ഇനി മുതൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല എതിർപ്പുകളും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രദ്ധയോടെ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദുരിതങ്ങൾ പോലും ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പ്രധാനമായും അയ്യപ്പസ്വാമിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്. രണ്ടാമത്തെ ചിത്രമായ അഥവാ രണ്ടാമത്തെ ദേവതയായ സാക്ഷാൽ വിഷ്ണുമായയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് നിങ്ങൾ. പല പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരോട് നിങ്ങൾ പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയും
അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറുകയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ, അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് തന്നെയാണ് ശുഭകരം. മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ ഉയർച്ച തടസ്സപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് വന്നു ചേരുന്ന സന്തോഷങ്ങൾ ഇല്ലാതാക്കുവാൻ ആരോ ശ്രമിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഫലമാണ് ഇതിലൂടെ പറയുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ആ കാര്യം പ്രത്യേകം ഓർക്കുക. ആരെയും വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരു സമയം തന്നെയാണ് ഇത്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യത്തിനായും പോകുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടാം എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടൂ. അല്ലെങ്കിൽ വളരെയധികം വിഷമതകൾ നിങ്ങൾ നേരിടേണ്ടതായി വരാം. ഇപ്പോഴും വളരെയധികം വിഷമതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്നവരാണ്, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ പതറാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. എത്ര ദുരിതങ്ങൾ വന്നാലും ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഭഗവാനെ നിത്യവും ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദോഷകരമായ ഫലങ്ങളെയും ഒഴിവാക്കി സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിൽ വന്നു ചേരുന്ന ഈ ദുരിതങ്ങൾ ഭഗവാൻ നിങ്ങൾക്കായി മുൻകൂട്ടി നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാകുന്നു. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പോലും സാധിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അകന്നുപോയ നിരവധി വ്യക്തികളുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അല്പം സമയമെടുക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിലേക്ക് പല ദോഷകരമായ ചിന്തകൾ, മറ്റു ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അത്തരം ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വരാൻ നിരവധിയാർന്ന ഗുണകരമായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക. നന്നായി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. സ്വന്തമായി ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. വിഷ്ണുമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. സ്വാമിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. മൂന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു. പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങൾ മൂലം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുവാൻ കാലതാമസം നേരിടുന്നു എന്നതാണ് വാസ്തവം. പുതിയ ചില തുടക്കങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ്. അത്തരത്തിൽ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ചിന്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ടു പോയാൽ ശുഭകരമായ വാർത്തകൾ, സന്തോഷ വാർത്തകൾ തന്നെ തേടിയെത്താവുന്നതുമാണ്. കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് മത്സരിക്കേണ്ടതായി നിങ്ങൾക്ക് വരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കുന്ന മത്സരങ്ങളായി തന്നെ മാറും. കാരണം സാക്ഷാൽ ഭഗവാന്റെ, പരമശിവന്റെ, ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ കടാക്ഷമാണ് നിങ്ങളിലുള്ളത്. അതിനാൽ വിജയങ്ങൾ നിങ്ങൾക്കൊപ്പമായിരിക്കും. കൂടാതെ പല കാര്യങ്ങളും, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസരങ്ങൾ വന്നു ചേരും. പുതിയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണർവ് ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. സുഹൃത്ത് ബന്ധങ്ങൾ ഈ സമയം വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. സൗമ്യ സമീപനത്താൽ ഇത് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കർമ്മമേഖലയിൽ ഒരു ഉന്മേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ആരുടെയും മുൻപിൽ തല കുനിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അവർ നിങ്ങളുടെ മുൻപിൽ തന്നെ നിൽക്കണം എന്നില്ല.
പല ശത്രുക്കളും ഒളിഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ദോഷഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരമൊരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടുത്തേണ്ടതായി വരാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്നേഹവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. എന്നാൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വിഷമങ്ങൾ നേരിടേണ്ടതായി വരാം എന്ന കാര്യവും ഓർക്കുക. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിങ്ങളുടെ സംസാര രീതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സംസാരവുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും.